10 പേര് താമസിക്കുന്ന വീടാ അത്. 5 വർഷം ദ്രോഹിച്ചിട്ട് അവസാനം എന്തെങ്കിലും ചെയ്താൽ അപ്പോഴേ വോട്ട് കൊടുക്കാൻ പോകുന്നു നിങ്ങൾ. ഞാൻ അവരോട് പറഞ്ഞു ഒരു ധൈര്യത്തിന് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഖിൽ മാരാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് മാരാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അഖിൽ മാരാറായിരുന്നു തൃക്കാക്കര മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. തൃക്കാക്കര നിന്ന് പുള്ളിക്കാരൻ തോറ്റിട്ടും ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തെങ്ങും അഖിൽ മാരാറിന് ഇത്രയും അധികം ട്രോളുകൾ കിട്ടിയിട്ടില്ല. എന്തായാലും പുള്ളിക്കാരൻ മണ്ടത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ മണ്ടത്തരം എന്ന് തന്നെ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും മാരാറിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ അഖിൽ മാരാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് പുള്ളി ചെയ്ത ആ ഒരു പ്രവൃത്തി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും അഖിൽ മാരാർ അവിടെ മത്സരിക്കുന്ന സമയത്ത്, അതായത് പ്രചരണ സമയത്ത് ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. 10 പേര് താമസിക്കുന്ന വീടാ അത്. ഇതാണോ കോൺഗ്രസിന്റെ കോട്ട എന്നൂടെ ചോദിക്കണം അവരുടെ കേട്ടോ. പേടിയുണ്ടോ? എല്ലാവർക്കും പേടിയാണ്. അതാണ് ആരും കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരമ്മയെ കണ്ടേ. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പെൻഷനൊക്കെ ഇപ്പം കൂട്ടിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു ഓട്ടം കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 5-6 അടിയും തന്നിട്ട് ഉമ്മ വന്നാൽ എനിക്കൊരു വോട്ട് വരുമെന്ന് ചോദിച്ചു. ഇത് ഒരു കുടുംബത്തിൽ 10 പേര് താമസിക്കുന്ന ആ ഒരു വീടാണ് നിങ്ങൾ കാണുന്നത്. അതായത് ലിറ്ററലി എന്ന് പറഞ്ഞാൽ അതൊരു വീടാണെന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതാണ് ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പാർട്ടിക്കാരൊക്കെ ഈ എന്ത് പറയണ്ട വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് വെറുതെ താളം പറയും. അയ്യോ ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾ നോക്കിക്കോളാം, അതാണ് മാടായ കോടയാണ്. എന്നാൽ യുവമാരൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാർ ഇപ്പോൾ ഈ ഒരു കുടുംബത്തെ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് പുള്ളിക്കാരൻ പോവുകയാണ്. എനിക്കത് കണ്ടിട്ട് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇതെങ്കിലും പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് തോറ്റുപോയ ഒരു വ്യക്തി ഇത് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല അല്ലേ. പക്ഷെ എന്നാൽ പോലും പുള്ളിയുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി ഇത് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു കാര്യമല്ലേ. 5 വർഷം ദ്രോഹിച്ചിട്ട് അവസാനം എന്തെങ്കിലും ചെയ്താൽ അപ്പോഴേ വോട്ട് കൊടുക്കാൻ പോകുന്നു നിങ്ങൾ ആലോചിക്കണം. ഞാനിപ്പോ എനിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും പറയത്തില്ല. പക്ഷേ നിങ്ങളുടെ പ്രതിഷേധം നമ്മൾ ശക്തമായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് സംസാരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് പേടി. ഓക്കെ, ഇതായിരുന്നു ആദ്യത്തെ ആ ഒരു വീഡിയോ. ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ വെച്ചത്. ഇനി നമുക്ക് ഇന്ന് പുള്ളി ഇട്ടേക്കുന്ന വീഡിയോ ഒന്ന് കാണാം. ഇലക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് സഹായിക്കാനൊന്നും പറയാൻ പറ്റില്ല. അന്ന് ഞാൻ അവരോട് പറഞ്ഞു ഒരു ധൈര്യത്തിന് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി പേടിക്കണ്ട, ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട്. ഇനി പേടിക്കണ്ട, കുഴപ്പല്ലേ. അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ അന്ന് ഈ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പലരും കണ്ടിരുന്നായിരുന്നു. അപ്പൊ ഞാൻ സത്യത്തിൽ ഒരു വലിയ സന്തോഷം കൂടെ അറിയിക്കാം. ഈ പൊതുവെ ഭയങ്കരമായിട്ട് കേരളത്തിൽ പരിഹസിക്കപ്പെടുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ട് അത് വളരെ സത്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അഖിൽ മാരാറിന്റെ ഭാഗത്തും തെറ്റുണ്ട്. കാര്യം ചില സ്റ്റേറ്റ്മെന്റ്സുകൾ ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല. ഞാനും വിമർശിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ പുള്ളി പറയുന്നത് നല്ലതാണ്. അത് മാത്രമല്ല, ഈ പാർട്ടിയും ബിഗ് ബോസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് ജനങ്ങൾക്കത് ഭയങ്കര രീതിയിൽ എന്ത് പറയണ്ടേ എതിർപ്പ് വരുന്നത്. പ്രത്യേകിച്ച് ഇലക്ഷൻ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നൊരു കാര്യം. ഇപ്പം പലപ്പോഴും പുള്ളിക്കാരൻ പറയുന്ന സാധനങ്ങൾ അങ്ങോട്ട് ജനങ്ങൾക്ക് ഒട്ടും കൺവിൻസ്ഡ് ആവത്തില്ല അല്ലേ. ഇപ്പം ഈ പ്രസവത്തിൻ്റെ കേസ് തന്നെ പണ്ടത്തെ കാലഘട്ടങ്ങളിലുള്ള കുറേ ആൾക്കാർക്ക് ആ സാധനം കണക്റ്റ് ആവുമെങ്കിലും ഇന്നത്തെ കാലത്തിലുള്ള കുറേ ആൾക്കാർക്ക് അത് കണക്റ്റ് ആവത്തുമില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അഖിൽ മാരാർ പറഞ്ഞതിനകത്തോട്ട് ചിലവർ എതിർപ്പ് പറയുന്നുണ്ട്, ചിലവർ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നെഗറ്റിവിറ്റി ഉണ്ടാവാനുള്ളൊരു കാരണം ഈ പുള്ളിക്കാരൻ തന്നെയാണ്. അതുമാത്രമല്ല, ഒരുപാട് ട്രോളുകൾ പ്രത്യേകിച്ച് ഈ പ്രചരണ സമയത്ത് ഈ അരുൺകുമാറിനെ വെല്ലുവിളിച്ചിട്ടൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെയാണ് ഏറ്റവും അധികം ട്രോളുകളായിട്ട് അഖിൽ മാരാറിനെ മാറിയത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അഖിലെ ഞാനും കൂടെ നിന്നെ സഹായിക്കാം. അപ്പോൾ ഞാനിത് പറയുന്നത് പലപ്പോഴും നിങ്ങൾ പരിഹസിക്കുന്ന, നിങ്ങൾ ട്രോളുന്ന മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ വേദന കാണുമ്പം വേദന തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പരിഹസിക്കാതിരിക്കുക. ഇവിടെ വഴിയില്ലാത്ത പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വീട് ഞാൻ ഇതിനകത്ത് വേറൊരു കേസ് പറയാം. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേരും ഈ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് വീട് വെച്ച് കൊടുക്കാനായിട്ട് പോയില്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു, അതിനുശേഷം പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റില്ലേ, ഇനിയിപ്പം നാട് നിങ്ങളെ ആൾക്കാർ പരിഹസിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അടുത്തൊരു നാടകമായിട്ട് വന്നു എന്നുള്ള രീതിയിലും പറയാനുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ കഷ്ടത ബാധിക്കുന്ന ആൾക്കാരെ പോയി സഹായിക്കുക എന്ന് പറയണത് നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. ഇനിയിപ്പം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതുപോലെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ കേസിലും പറഞ്ഞിട്ടുണ്ട്, കാര്യം വേറെ ആരും ചെയ്യാത്തതാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് വലിയൊരു കാര്യമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എസ്പെഷ്യലി ടോണി അച്ചായൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാലും
ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ചില കാര്യങ്ങളിനകത്തോട്ട് വിയോജിപ്പുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും അത് ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷേ ആരും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അത് വലിയൊരു കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈ എന്തോ പറയണ്ട, ജനങ്ങൾക്ക് ഇത്തരത്തിലൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയൊന്നും ഒരു കാരണവശാലും കൈവിടരുത് എന്നാണ് പറയാനുള്ളത്. അല്ലാതെ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്ന് അഖിൽമാരാർ ചെയ്യുന്ന നന്മയാണ് അയ്യോ എന്നും പറഞ്ഞിട്ട് ഞാൻ വന്ന് വൈറ്റ് വാഷ് അടിക്കുന്ന ഒരു സാധനമല്ല. ഞാൻ അഖിൽമാരാറിന് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പക്ഷേ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. വെക്കുന്നതിനെക്കാട്ടി ഒരുപക്ഷെ ഇരട്ടി ബഡ്ജറ്റ് ആവും. കാര്യം നമുക്ക് ഒരുപാട് ചുമട് വേണ്ടി വരും. ഒരു മഴ വന്നപ്പോലും ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല, അത്രയും വലിയ ഇതല്ലേ. അതുകൊണ്ട് ഞങ്ങളെ ഷീറ്റ് ഇങ്ങനെ വലിച്ചിട്ടാണ്. ഞങ്ങളുടെ അടുത്ത് ഇന്ന് വരെ ഒരാൾ ആ നാട്ടിലെ പാർട്ടിക്കാരും ഒന്നും ഇല്ലടേ. ഞാൻ ഒരു പാർട്ടിക്കാരെയും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളിതൊന്നും കാണുന്നൊന്നും ഇല്ലേ? ഇങ്ങനെ എത്ര സ്ഥലങ്ങൾ ഇതുപോലൊക്കെ അനുഭവിക്കുന്നറിയോ? ആ വീട്ടിലൊക്കെ 10 പേര് താമസിക്കുക എന്ന് പറയണത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് മഴ പെയ്താൽ പോലും ഇവർ എവിടെ കയറി കിടക്കും, അത് മൊത്തം അവിടെ ചോർന്നൊലിക്കുമായിരിക്കും. വരെ ഒരാളും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനെ. ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി ചെറുപ്പം തുടങ്ങി, ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഒരു ഉടുതുണിക്കോ അതല്ലെങ്കിലും പറയത്തില്ല. അനാവശ്യമായിട്ട് വാഗ്ദാനങ്ങൾ കൊടുക്കാനായിട്ട് കുറേ എണ്ണം അങ്ങ് ഇറങ്ങിത്തിരിക്കും. ഞാൻ അത് ചെയ്തു തരും, ഇത് ചെയ്തു തരും. ഇപ്പോഴും മുഖ്യമന്ത്രി ആരാന്ന് പോലും കണ്ടെത്തിയിട്ടില്ല. ഞാൻ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. കോമഡി തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇടേ പട്ടിണി പാവങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത്. അതിനുശേഷം നാട് നന്നാക്കാനായിട്ട് ഇറങ്ങുക. ഇങ്ങനെയൊക്കെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ മാക്സിമം സഹായങ്ങൾ കൊടുക്കുക. അല്ലാതെ അവരുടെ സഹായങ്ങളും കൂടെ തടയുന്ന പരിപാടികൾ ചെയ്യരുത്. ഇവരെയൊക്കെ അടുത്ത് വന്ന് കയറിയിട്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പണ്ട് തൊട്ടേ ചിന്തിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. പുള്ളി ഭയങ്കര ഇമോഷണലി ഇതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ കണ്ടിട്ടില്ല പുള്ളിക്കാരെ എത്ര ഇമോഷണലി വന്ന് എവിടെയും സംസാരിക്കുന്നത്. സാധാരണ എന്ത് പറഞ്ഞാലും ഭയങ്കര കോൺഫിഡൻസോടെ കൂട്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ നല്ല പ്രവർത്തികൾ ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നതിനകത്ത് നല്ല കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റ ഒരു മനുഷ്യരും പോയി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. തോറ്റവരെയൊന്നും പരിസരത്ത് പോലും നമ്മൾ കാണുന്നതുമില്ല. അപ്പം ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയും. നേരെ മറിച്ച് മാരാറ് മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരം എന്ന് തന്നെ എല്ലാവരും പറയത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.